മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ച സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുപറ്റിയെന്ന മഹല്ല് കമ്മിറ്റികൾ. പ്രാർത്ഥനാ മുറി ആവശ്യപ്പെട്ട ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കത്ത് നൽകിയത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതേസമയം കോളേജിന്റെ 72 വർഷത്തെ ചരിത്രത്തിൽ ഇത്തരമൊരു ആവശ്യം ഉണ്ടായിട്ടില്ലെന്ന പ്രിൻസിപ്പലിനെതിരെ റീത്ത് വെച്ച് പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് കോളേജ് മാനേജ്മെന്റും വ്യക്തമാക്കി. കോളേജിൽ പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. അതിനെ കുറെ കൂടെ നമ്മൾ വളരെ സൗഹാർദ്ദപരമായി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടികൾ അവർ നിർമ്മലയിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തിരുത്തലുകളും സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അത് മനസ്സിലാക്കി അവരോട് വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സമഗ്രമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണ് മൂവാറ്റുപുഴയിലെ ഈ നിർമ്മല കോളേജിലുണ്ടായ സംഭവം. ഇപ്പോൾ ഇതിൽ ഒരു മാപ്പ് പറച്ചിലുമായി മഹല്ല് കമ്മിറ്റികൾ എത്തിയിരിക്കുകയാണ്. കുട്ടികൾ ചെയ്തത് തെറ്റായ ഒരു കാര്യം തന്നെയാണ് എന്നവർ പറയുന്നുണ്ട്. ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മഹല്ല് കമ്മിറ്റികൾ മുന്നോട്ട് വന്നത്. ഈ മാനേജ്മെന്റുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് അവരുടെ പ്രതികരണം വന്നിരിക്കുന്നത്, അല്ലേ? ദേവിക, ഏതായാലും നിർമ്മല കോളേജിൽ നിസ്കരിക്കുന്നതിന് വേണ്ടി പ്രത്യേക മുറി വേണം എന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് നിർമ്മല കോളേജിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് കോളേജിൽ മാനേജ്മെന്റും ഒപ്പം തന്നെ അധ്യാപകരുടേതുമായിട്ടുള്ള യോഗം നടന്നിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് ഈ കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാട് അറിയിച്ചിരിക്കുന്നത്. 72 വർഷം പഴക്കമുള്ള കോളേജാണ്. ഈ കോളേജിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളൊന്നും തന്നെ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് കൃത്യമായി തന്നെ നിസ്കരിക്കുന്നതിനും മറ്റും മതപരമായ കാര്യങ്ങൾക്ക് പുറത്തു പോകാനും ഈ കാര്യങ്ങൾ ചെയ്ത് തിരികെ എത്താനായിട്ടുള്ള സമയം അനുവദിച്ചിട്ടുള്ളതാണ്. ഇതിനിടയിലാണ് ഒരു വിഭാഗം ഇവർക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം സൗകര്യം കോളേജിനുള്ളിൽ തന്നെ വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പലിന് കത്ത് നൽകിയത്. ഇതിനെ എതിർത്ത പ്രിൻസിപ്പലിനെ ആ സമയം ചില വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കം പിന്തുണയോടുകൂടി ഒരു വിഭാഗം വിദ്യാർത്ഥികൾ തടഞ്ഞു വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. ഏതായാലും ഈ കാര്യങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണ്, ഇതിൽ തെറ്റുപറ്റി എന്നുള്ളൊരു കാര്യത്തിൽ മഹല്ല് കമ്മിറ്റി കൂടി സമ്മതിക്കുന്നുണ്ട്. ഇന്ന് ഈ മൂവാറ്റുപുഴയിലുള്ള തന്നെ മഹല്ല് കമ്മിറ്റിയുടെ പ്രതിനിധികളാണ് കോളേജിലേക്ക് എത്തുകയും ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് തെറ്റായ ഒരു പ്രവണതയാണ് എന്നുള്ളൊരു കാര്യം അത് കോളേജ് അധികൃതരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കോളേജ് അധികൃതർക്ക് മുന്നിൽ ഈ കാര്യങ്ങൾ തെറ്റായിട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും തെറ്റായ ഒരു സമീപനം ഉണ്ടായി എന്നുള്ളൊരു കാര്യം ഈ മഹല്ല് കമ്മിറ്റി കൂടി സമ്മതിച്ചിരിക്കുകയാണ്. ഏതായാലും നിലവിലിപ്പോൾ ഈ പ്രശ്നമുണ്ടാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടികളിലേക്ക് കടക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി കോളേജ് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ തെറ്റ് വിദ്യാർത്ഥികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഏതായാലും പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത്. ദേവിക.